Good morning, all. കാണുന്നുണ്ടല്ലോ അല്ലേ? Thank you. First of all, let me welcome all of you into these online classes. ഇന്ന് നമ്മൾ GST പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ GST പറ്റിയുള്ള ചെറിയൊരു ഇൻട്രഡക്ഷൻ ഇപ്പോൾ കാർത്തിക തന്നിരുന്നു. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെൽഫായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ GST പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ. എനിക്ക് ഇതിനെപ്പറ്റി പിന്നെ ഒരു കാര്യം കുറിച്ച് പറഞ്ഞോട്ടെ. ഈ നമ്മുടെ ഓരോരുത്തരുടെയും വീഡിയോ കാണുന്നില്ല. ശരിക്കും എല്ലാവരും പേരാണ് കാണുന്നത്. ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. സാധാരണ നമ്മളൊരു ഫേസ് കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ നോർമലി ഈ ലാപ്ടോപ്പിന് മുമ്പിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. ഓരോരുത്തരെ നേരിട്ട് കാണുന്ന ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GSTയിലെ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്സ് മുതലാണ് GSTയിൽ തുടങ്ങുന്നത്. ഈ GSTയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കാവുന്നതാണ്. എന്താണ് ഇപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന എൻവയോൺമെന്റിലുള്ള ഒരു ബിസിനസ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു ബിസിനസ് സ്ട്രക്ചർ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ആൻഡ് സർവീസ് സെക്ടർ. ഇപ്പൊ ഈ പറയുന്ന 3 കാര്യങ്ങളിലും നമ്മൾ ഫസ്റ്റ് മാനുഫാക്ചറിങ്ങിലും ട്രേഡിങ്ങിലും ഇൻവോൾവ് ആയിരിക്കുന്നത് ഗുഡ്സ് ആണ്. സർവീസ് സെക്ടറിൽ സർവീസ് പ്രൊവിഷൻ ഓഫ് സർവീസ് ആണ്. ശരിക്കും നമ്മുടെ ഗവൺമെന്റിന്റെ മേജർ റവന്യൂ പണ്ട് കാലത്ത് സെയിൽ, പ്രൊഡക്ഷൻ, എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് സർവീസ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GSTയുടെ ഇൻട്രൊഡക്ഷന് മുമ്പ് എന്താണ് പ്രീ GST ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നത്, പിന്നെ ബേസിക്സ് ഓഫ് GSTയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ സബ്സിക്വന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ് സപ്ലൈ അണ്ടർ GST എന്നുള്ളത്, പിന്നെ GSTയിലെ തന്നെ ഷെഡ്യൂൾസ്, GST ആക്ടിലെ ഷെഡ്യൂൾസിന്റെ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഷെഡ്യൂൾസ്, പിന്നെ കോമ്പോസിറ്റ് ആൻഡ് മിക്സ്ഡ് സപ്ലൈ. ഇത്തരം ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ GSTയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായിരുന്നു ഈ പ്രീ GST പീരീഡിൽ ഉണ്ടായിരുന്ന ഒരു ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചർ എന്നുള്ളതിനെ പറ്റി ഒന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ടാക്സ് ചെയ്യാനുള്ള റൈറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ലിമിറ്റഡ് ആണ്. അതോറിറ്റി ലിമിറ്റഡ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനായിരുന്നെങ്കിൽ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷനിലായിരുന്നു ടാക്സ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നത്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന് സെയിൽ ടാക്സ് അല്ലെങ്കിൽ വാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ടാക്സ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നത്. അപ്പോ നമ്മുടെ ഈ പറയുന്ന രണ്ട് ഗവൺമെന്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ടാക്സുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്ന് ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് കീ ടാക്സസ് വിച്ച് വാസ് ലെവീഡ് അണ്ടർ ദ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം. വാല്യൂ ആഡഡ് ടാക്സ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ സെയിൽ ടാക്സ് അത് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, സർവീസ് ടാക്സും സെൻട്രൽ ഗവൺമെന്റ്
ടോട്ടലി സെൻട്രൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഇതുപോലെ ഡ്യൂട്ടി ഓൺ ദ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചർ, ഇതും സെൻട്രൽ ഗവൺമെന്റിനായിരുന്നു അതോറിറ്റി ഉണ്ടായിരുന്നത്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, ഓഫ് കോഴ്സ് കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന ഒരു ജുഡീഷ്യൽ വരുന്ന ഒരു ടാക്സ് ആയിരുന്നു. ഇപ്പോ ഇതാണ് നമ്മുടെ GSTക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചർ ഉള്ളത്. ഇത് മാത്രമല്ല, മറ്റുള്ള പല ടാക്സുകളും, ഫോർ എക്സാമ്പിൾ എന്റർടൈൻമെന്റ് ടാക്സ്, ഒക്ട്രോയ്, പിന്നെ സെസ്, അതുപോലെ പല പല ടാക്സ്, ലക്ഷറി ടാക്സ്, ഇങ്ങനെ പല ടാക്സുകളും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നു ലെവി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്ത് പല പല ഡിഫിഷ്യൻസീസും ഉണ്ടായിരുന്നു പഴയ ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചറിലേക്ക്. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കീ ചലഞ്ചസ് ഫേസ്ഡ് ഇൻ ഏർലിയർ regime എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഇൻഎഫിഷ്യൻസീസ് ഓഫ് ടാക്സ് കാസ്കേഡിംഗ് എഫക്ട്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇത് ഇങ്ങനെയുള്ള ഒരു പോർഷൻ ടാക്സ് ലെവി ചെയ്തിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വാറ്റ്, ലക്ഷറി ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ഇങ്ങനെയുള്ള മറ്റു പല ടാക്സുകളും ഡിവൈഡ് ചെയ്തെടുത്തിരുന്നു. അപ്പൊ ആ ഒരു സ്ട്രക്ചറിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്ന സമയത്ത് വാറ്റിൽ ഒരു എക്സാമ്പിൾ പറയാണ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂയിലായിരുന്നു വാറ്റ് ചാർജ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ദ ടാക്സ്. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിലും കൂടി നമ്മൾ വാറ്റ് ചാർജ് ചെയ്ത ഒരു പ്രോസസ് ആയിരുന്നു പണ്ട് നിലനിരുന്നത്. അടുത്തത് മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റേറ്റ് ലോസ്. നമുക്കറിയാം, നമ്മുടെ ഓരോ സ്റ്റേറ്റും സെപ്പറേറ്റ് അവർ സ്റ്റേറ്റ് ലോസ് ഉണ്ടായിരുന്നു പണ്ട്. കേരള KVAT ആക്ട്, TNGST ആക്ട്. തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്ടിന് ഒരു ആക്ട് ഉണ്ട്, മഹാരാഷ്ട്രയ്ക്ക് വേറെ ആക്ട്, ഡൽഹിക്ക് വേറെ ആക്ട്. അതുപോലെ ഈ ഓരോ സ്റ്റേറ്റിനും 29 സ്റ്റേറ്റിൽ 29-30 സ്റ്റേറ്റ് ആണെങ്കിലും ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ടാക്സ് ആയിരുന്നു. ഇത് സെപ്പറേറ്റ് ഈവൻ പ്രൊവിഷൻസ് പോലും വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോ ഈ ഒരു മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റേറ്റ് ലോസ് അതിന്റെ ബേസിസിൽ ശരിക്കും പറഞ്ഞാല് ഇത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കോർപ്പറേറ്റ്, ഒരു MNC കമ്പനി ആണെങ്കിൽ ഈ കമ്പനിക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോരോ കൺസൾട്ടന്റുമാരായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ ആ കോംപ്ലക്സ്, അതുപോലെ താഴെ പറയുന്നത് കോംപ്ലക്സ് അഡ്മിനിസ്ട്രേഷൻ. ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും സെപ്പറേറ്റ് സ്റ്റേറ്റുകളായിരുന്നു. അത് അവരുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. ഓരോ സ്റ്റേറ്റിനും അവരവരുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനും കോംപ്ലിക്കേഷനും ആയിരുന്നു. ഒരു ഡിസിഷൻ ഒരു സ്റ്റേറ്റിൽ ഒരു ഡിസിഷൻ ആയിരുന്നു, മറ്റു സ്റ്റേറ്റിൽ പോകുമ്പോൾ വേറൊരു ഡിസിഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ കോംപ്ലക്സിറ്റി വളരെയധികം ഉണ്ടായിരുന്നു ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചറിൽ പണ്ട്. പിന്നെ സെയിൽ വേഴ്സസ് സർവീസ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു സെയിൽസ് വേഴ്സസ് സർവീസ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും അത് സെയിലാണെന്ന് പറയും, സെൻട്രൽ ഗവൺമെന്റ് പറയും അത് സർവീസ് ആണ്. എന്തുകൊണ്ടാണ്? അവർക്ക് റവന്യൂവിന് കൂട്ടുക എന്നുള്ളത് മാത്രമേ അന്നും ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, ഒരു ഹോട്ടൽ ഫുഡ് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിലാണോ അതോ സർവീസ് ആണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു അത് സെയിലാണ്, സെയിൽ ഓഫ് ഫുഡാണ്, ഫുഡിന്റെ സെയിലാന്നുള്ളത്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അത് സെയിലല്ല, അത് സർവീസാണ്. എന്തുകൊണ്ടാണ്? അവിടെ സർവീസിലാണ് പ്രീഡോമിനന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള പല പല ഏരിയകളും, ഇതുപോലെ തന്നെ വേറെ പല ഏരിയ ഉണ്ട്. ഇൻസ്റ്റലേഷൻ ഓഫ് ലിഫ്റ്റ്, ഇത് ഏതാണ്? ഇത് സെയിലാണോ അതോ വർക്സ് കോൺട്രാക്ട് ആണോ? ഇങ്ങനെയുള്ള ഒരു ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെയിൽ ഓഫ് സോഫ്റ്റ്വെയർ, സെയിലാണോ അതോ സർവീസ് ആണോ? ഇങ്ങനെ പല ഏരിയയിലും വളരെയധികം ലീഗൽ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു.
പഴയത്തെ ഇൻഡയറക്ട് ടാക്സ് സ്ട്രക്ചറിൽ. ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ GSTയുടെ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഈ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, CST, VAT, എന്റർടൈൻമെന്റ് ടാക്സ്, സെസ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, ലക്ഷറി ടാക്സ്, ഇങ്ങനെ CVD, SID, ഇതെല്ലാം കൂടി ഒരു സബ്സൂം ചെയ്തിട്ടാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് പുതിയൊരു പേരിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇത്രത്തോളം ടാക്സുകൾ ഇല്ലാതായി. ഇതെല്ലാം കൂടി സബ്സൂം ചെയ്തിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് പുതിയൊരു രീതിയിലേക്ക് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ജുറിഡിക്ഷനിൽ വരുന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള ടോപ്പിലേക്ക് പോകാം. GST എന്ന് പറയുന്നത് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ രണ്ട് ഗുഡ്സും സർവീസും കൂടി ചേർന്നിട്ടുള്ള ഒറ്റൊരു ടാക്സ് ആയിട്ടാണ് നമ്മളിപ്പോ GSTയിൽ വന്നിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈ 101st അമെൻമെന്റിന്റെ കോൺസിക്വൻസിൽ ഇപ്പോഴത്തെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള, ലെവി ചെയ്യാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒറ്റ ടാക്സ് കളക്ട് ചെയ്യുന്നു, അത് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് അവിടെ ഇനി ഗുഡ്സ് ആണോ സർവീസ് ആണോ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് തന്നെ ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് GST എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ആണ്. ഇവിടെ ഇതിന്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പറയുന്ന ലെവി കോംപ്രിഹെൻസീവ് ലെവിയാണ്. എന്ന് പറയുന്നാല് നമുക്കറിയാം മാനുഫാക്ചർ ചെയ്ത് അത് മാർക്കറ്റിലെത്തി അത് അതിനുശേഷം കൺസ്യൂമറിലേക്ക് വിൽക്കുന്ന സമയത്തുള്ള ഇതിനിടയ്ക്കുള്ള ഓരോരോ പോയിന്റിലും ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ടാക്സുകൾ ഒറ്റ വേർഡിലായിട്ടാണ് വരുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നേരത്തെ പറഞ്ഞ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ VAT, അങ്ങനെയുള്ള പല പല ഫോമിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്നായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓരോ സ്റ്റേജിലും. അപ്പൊ ഈ മൾട്ടി സ്റ്റേജിലും സെയിം തന്നെ ഫോമിലുള്ള ടാക്സ് ആണ് ലെവി ചെയ്തിരുന്നത്. അപ്പോൾ വാല്യൂ അഡീഷനിലാണ് ഈ പറയുന്ന GST ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംപ്ഷൻ ടാക്സ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണോ ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്നത് ആ സ്റ്റേറ്റിനാണ് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ബോംബെയിലുള്ള ഒരു മാനുഫാക്ചറർ അവരുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് അത് കേരളത്തിലേക്ക് വിൽക്കുന്നു. ബോംബെ ടു കേരള വന്നു കഴിയുമ്പോൾ അവിടെ ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നു. ആ ഇന്റർസ്റ്റേറ്റ് മൂവ്മെന്റിൽ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് IGST എന്ന് പറയുന്നത്. അപ്പൊ ഈ GST ഈ ടാക്സ് ഈ ഗുഡ്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സിനോട് ഒപ്പം തന്നെ മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ IGST ചാർജ് ചെയ്യുന്നു, കേരളത്തിലേക്ക് വരുന്നു, കേരളത്തിലാണ് ഇത് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് കേരളത്തിനാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അതിന് പകരം കേരളത്തിൽ നിന്ന് വീണ്ടും ഈ ഗുഡ്സ് വീണ്ടും മൂവ് ചെയ്യുന്നു, ഇറ്റ് ഈസ് മൂവിങ് ടു തമിഴ്നാട് എന്ന് വെച്ചോളൂ. തമിഴ്നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ടാക്സ് തമിഴ്നാട്ടിലേക്ക് പാസ് ഓൺ ചെയ്യുന്നു. അത് നമ്മുടെ GSTയിലുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. ഇവിടെ കേരളത്തിലുള്ള ആളാണ്, അയാൾ പേ ചെയ്യുന്ന IGST ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട് ബോംബെയിലുള്ള ആൾക്ക്. അപ്പൊ ആ IGST ഇവിടെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ബാലൻസ് ടാക്സ് GST കളക്ട് ചെയ്തിട്ട് ബാലൻസ് ടാക്സ് ഗവൺമെന്റ് കിടക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് കിട്ടുന്ന വാല്യൂ അഡീഷൻസിലാണ് നമുക്ക് ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളില് ചെറിയ ഒരു പ്രയർ ടു GSTയും
GST സിനാരിയോയിൽ എങ്ങനെയാണിത് വന്നിരിക്കണമെന്ന് നോക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 100 rupees ആണെന്ന് വെച്ചോളൂ. നമുക്ക് ഏർലിയർ സിനാരിയോയിൽ വരുന്നത് 20% മാർജിൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 20 rupees ആണ് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ വാല്യൂ ഫോർ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ എന്ന് പറയുന്നത് 100 + 20 120 rupees ആണ്. ഈ എക്സൈസ് ഡ്യൂട്ടി 12.5% ആണ് വെച്ചോളൂ ഒരു പ്രൊഡക്റ്റിന്റെ ആ പ്രീ GSTയിലുള്ള റേറ്റ്. അപ്പൊ ഈ എക്സൈസ് ഡ്യൂട്ടി 120 rupees ആണ് 12.5% വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 15 rupees ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ 15 rupees കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ വാല്യൂ ഫോർ ദ വാറ്റ് ആയിട്ട് എടുക്കുന്നത്. 120 rupees + 15 135 rupees 12.5% വാറ്റ് റേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 12.5% കൊണ്ട് 135 rupees 16.88 ഇതായിരുന്നു നമ്മളിപ്പോ. അതാണ് ഈ 120 + 15 ദാറ്റ് ഈസ് 135. ഈ 135ലാണ് 12.5% വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഈ 16.8 എന്ന് പറയുന്നത് നമ്മൾ 120-ലല്ല നമ്മുടെ 135 rupeesലാണ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ GST സിനാരിയോയിൽ ഒന്ന് നോക്കാം. സെയിം തന്നെ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് 100 rupees, പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നു 20 rupees, വാല്യൂ ഫോർ GST. ഇവിടെ നമ്മുടെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും സബ്സ്യൂം ചെയ്യുന്നു. സബ്സ്യൂം ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ഒറ്റ റേറ്റിലേക്ക് മാറി. 9 + 9 CGST SGST ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടാക്സ് റേറ്റ് 9 + 9 ആണ്. ആ സെയിം തന്നെ പ്രൊഡക്റ്റ് GSTയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 18% ആണ്. അപ്പോ ഇവിടെ 100 + 20 rupees 120 rupeesലാണ് ഈ പറയുന്ന 9% CGSTയും 9% SGSTയും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 21.6 ആണ്. എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് എഫക്റ്റ് ഇവിടെ നമുക്ക് ഇല്ലാതാവുന്നു GSTയിൽ. അതുകൊണ്ട് തന്നെയാണ് GSTയുടെ ഇംപ്ലിമെന്റേഷനിലൂടെ നമ്മുടെ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. എല്ലാ ഫോറത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ദ വാല്യൂ പ്രൈസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് എന്നുള്ളതാണ്. പക്ഷെ അത് അത്രത്തോളം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന, പക്ഷെ ചിലപ്പോൾ കൂടുന്നത് കുറയുന്നതായിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, പണ്ട് കാലത്ത് ഒരു ബഡ്ജറ്റ്, ഒരു സെൻട്രൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബഡ്ജറ്റ് എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ്? ഈ ബഡ്ജറ്റിലായിരുന്നു നമ്മുടെ ഓരോ ടാക്സ് റേറ്റും ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ തന്നെ ഓരോ പ്രൊഡക്റ്റിന്റെയും വില കൂടുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ബഡ്ജറ്റ് കഴിയുമ്പോൾ അത് വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷേ ഈ GSTയുടെ ഇംപ്ലിമെന്റേഷനിലൂടെ വന്ന ഒരു പുതിയൊരു പ്രോസസ്സാണ് ഇപ്പൊ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ബഡ്ജറ്റുകളല്ല. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇതിന്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷെ അത് ആരാണ് ചെയ്യുന്നതാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ GST കൗൺസിൽ. ആരാണ് ഈ GST കൗൺസിൽ? GST കൗൺസിൽ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ, അതുപോലെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും ഫൈനാൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ റവന്യൂ മിനിസ്റ്ററും കൂടി ചേർന്നിട്ടുള്ള ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ടുള്ളതാണ് ടു ബി എലക്ടഡ് വൈസ് ചെയർമാൻ. അവിടെ ആ കൗൺസിലാണ് വൈസ് ചെയർമാനെ എലക്ട് ചെയ്യുന്നത്. പിന്നെ യൂണിയൻ റവന്യൂ സെക്രട്ടറി എക്സ് ഫാക്ടോ സെക്രട്ടറി ആയിട്ട് അവിടെ ഇൻവൈറ്റഡ് ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഓരോ സ്റ്റേറ്റിന്റെ യൂണിയൻ മിനിസ്റ്റർ റവന്യൂ ആയിരിക്കാം, ഫൈനാൻസ് മെമ്പർ ആയിരിക്കാം. പിന്നെ ഫൈനാൻസ്, ടാക്സേഷൻ, എനി അതർ മിനിസ്റ്റർ ഈച്ച് സ്റ്റേറ്റ് മെമ്പർ. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കേരളത്തിലെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് ആണ് ഇപ്പോഴത്തെ നമ്മുടെ GST കൗൺസിലിലെ മെമ്പർ എന്ന് പറയുന്നത്. അദ്ദേഹം ഓരോ കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ തരുന്നു. കൗൺസിൽ ഇത്രയും ഇന്ന കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഓരോ സ്റ്റേറ്റിലും ഇതുപോലെ തന്നെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുക. അതിനകത്തൊരു വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും റൈറ്റ് ഉണ്ട്.
അപ്പൊ ഇതിന്റെ ആ വോട്ടിംഗ് ഇതുവരെ യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു. പക്ഷെ പല രീതിയിലും ഇനി ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ വോട്ടിംഗിൽ ഇട്ടിട്ട് അതിനകത്ത് ഭൂരിപക്ഷത്തിന്റെ ബേസിസിലായിരുന്നു ഓരോ ടാക്സിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഓരോ പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും ടാക്സ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറയുന്ന GST കൗൺസിലാണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ എന്നാണ് അത് പറയുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, മേക്കിംഗ് റെപ്രസെന്റേഷൻ ടു യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ആൻഡ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു GST ആണ്, ചെയർഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ GST കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള റേറ്റുകൾക്ക് മാത്രമേ സെൻട്രൽ ഗവൺമെന്റിന് നോട്ടിഫിക്കേഷനിലൂടെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഫെഡറലിസം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഒരു ഫെഡറൽ സംവിധാനം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ ഇത് ഓരോരുത്തരായിട്ടല്ല ഡിസൈഡ് ചെയ്യുന്നത്, ആ കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇത് എന്താണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ലോട്ടറിയിലുള്ള ടാക്സിനെ പറ്റി ഒരു ഹീറ്റഡ് ഡിബേറ്റ് തന്നെ നടത്തുന്നതായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ ഡിസൈഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അപ്പൊ ഇപ്പൊ GST കൗൺസിലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഈ പറഞ്ഞ കൗൺസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് GSTയിലെ മെയിൻ ഓരോ ബേസിക്സ് ആയിട്ടുള്ള ഡെഫിനേഷൻസിലേക്ക് ഒന്ന് കിടക്കാം. മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പറയുന്ന GSTയിലെ ഓരോ ഡെഫിനിഷൻസ്? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 ഡെഫിനിഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അഗ്രിഗേറ്റ് ടേൺ ഓവർ. എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ? ഇതിന്റെ ഡെഫിനിഷൻസ് നമുക്ക് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ പല ക്ലാസ്സുകളിൽ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിനെ പറ്റി റെഫർ ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം ഇതിനെപ്പറ്റി മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെ പറയുന്ന സമയത്ത് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് all taxable supplies, exempt supplies, export of goods or services or both, interstate supplies of persons having same PAN, computed on all India basis, പിന്നെ excludes central tax, state tax, union territory tax, integrated tax. ഇപ്പൊ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻവേർഡ് സപ്ലൈസ് വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഈ GSTയിൽ നമ്മൾ പറഞ്ഞ ടേംസുകളൊക്കെ ഇവിടെ വന്നപ്പോ വ്യത്യസ്തമാണ്. നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്താണ്? സെയില്, പർച്ചേസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ വരുന്നുണ്ട്. സെയിലും പർച്ചേസും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെയിൽസ് ടേൺ ഓവർ, പർച്ചേസ് ടേൺ എന്നൊക്കെ പറയുന്ന വാറ്റിലാണെങ്കിലും നമ്മുടെ മറ്റുള്ള ഇതില് ടേംസ് യൂസ് ചെയ്യുന്ന സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആ സെയിൽസ് എന്നുള്ള ടേംസ് ഒക്കെ ഇവിടെ നമ്മുടെ GST വന്നു കഴിഞ്ഞപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ എല്ലാ ഡെഫിനേഷൻസ് വരുമ്പോഴും എവിടെയൊക്കെ നമ്മുടെ GST ആക്ടിലോ റൂൾസിലോ പറയുമ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അത് ഇൻവേർഡ് സപ്ലൈ എന്ന് പറയും, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും. നമ്മുടെ പണ്ട് സെയിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് ഔട്ട്വേർഡ് സപ്ലൈ എന്നാണ് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതുപോലെ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ നമ്മുടെ ഈ പറയുന്ന അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ ടാക്സബിൾ സപ്ലൈസ്, ടാക്സബിൾ സെയിൽസ്, അതുപോലെ എക്സംപ്റ്റ് സപ്ലൈസ്, എക്സംപ്റ്റ് സെയിൽ, ഇതൊക്കെ ഔട്ട്വേർഡ് സപ്ലൈയെ പറ്റിയാണ് റെഫർ ചെയ്യുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന സപ്ലൈസ് എന്ന് പറയുന്ന സമയത്ത് ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആയിട്ടും ഇൻവേർഡ് സപ്ലൈ എന്ന് പറയുന്നത് പർച്ചേസ് ആയിട്ടുമാണ് നമ്മൾ അത് കുറച്ച് കഴിയുമ്പോഴേ അതിന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും സപ്ലൈസ് എന്ന് പറയുന്നത് ഒരു ടേൺ ഓവറിന്റെ ഒരു പാർട്ടായിട്ട് എടുക്കണം, ഒരു സെയിലായിട്ടോ അല്ലെങ്കിൽ പർച്ചേസ് ആയിട്ടോ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ സെയിൽസിന്റെ ടേൺ ഓവർ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ ദ സെയിൽസ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എല്ലാ ടാക്സബിൾ സപ്ലൈസും, ഇനി ടാക്സിബിൾ എന്താണ്, ടാക്സിബിൾ സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് പേഴ്സൺസ് ഹാവിംഗ് സെയിം പാൻ. ഇപ്പൊ ഈ പേര് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ല.
പക്ഷെ ഇതൊരു സിമ്പിൾ ആയിട്ട് പറയാം. ഒരു കമ്പനിക്ക് ഇന്ത്യയിലെ പല പല സ്റ്റേറ്റുകളിൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പനിക്ക് ഒരു പാൻ ആയിരിക്കാം, പല പല സ്റ്റേറ്റിൽ ബ്രാഞ്ചസ് ഉണ്ട്. അവരുടെ ബിസിനസ്സിന് വേണ്ടി അവർ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് അവരുടെ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എക്സസ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഒരിടത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് അവർ സെയിലിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോ അങ്ങനെയുള്ള സെയിം പാനുള്ള എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻ, ഈ ട്രാൻസാക്ഷന് ഇൻവോൾവ് ആയിട്ടുള്ള വാല്യൂ, ആ വാല്യൂ കൂടി ഇവിടെ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ എടുക്കുന്നു. ശരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ നടത്തിക്കഴിഞ്ഞാൽ അത് സെയിലാണോ? അല്ല, നമ്മൾ ഒരു പോക്കറ്റിൽ നിന്ന് വേറെ പോക്കറ്റ് ഇടുന്ന പോലെയാണ്. അപ്പൊ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെയിൽ അല്ല, പക്ഷെ GST സംബന്ധിച്ചിടത്തോളം അത് സെയിലാണ്. ആ ടേൺ ഓവർ കൂടി ടോട്ടൽ ചെയ്തിട്ടാണ്, അതുകൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്ന പിന്നീടുള്ള എല്ലാ ക്ലാസ്സസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ ഡെഫിനിഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന നമ്മുടെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ്, ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ് ഇതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ പറയുന്ന ഓരോ സ്റ്റേറ്റിലും വെവ്വേറെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ തന്നെയും ഇതെല്ലാം ഓൾ ഇന്ത്യ ബേസിസിലാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുന്നത്. നമുക്കറിയാം രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഓരോരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. ഒരു MNC കമ്പനിയാണ്, അവർക്ക് ഹെഡ് ഓഫീസ് ഡൽഹിയാണ്, പക്ഷെ അവരുടെ എല്ലാ സ്റ്റേറ്റിലും അവരുടെ ഓഫീസുകളുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് ഓഫീസ് ഉണ്ടായിരിക്കും, സെയിൽസ് ഓഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഓരോ സ്റ്റേറ്റിലും അവര് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് അവിടെ നിന്ന് അവർ ഇമ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിന്റെയും കൂടിയുള്ള ടേൺ ഓവറിന്റെ അഗ്രിഗേറ്റ് ആണ് ഈ പറയുന്ന അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ളത് നമ്മൾ നോർമൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് വരുന്ന ടാക്സബിൾ സെയിൽസ്, എക്സം സെയിൽസ്, അത് യൂഷ്വലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കുന്ന സമയത്ത് ടാക്സസുകൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ടാക്സ്, CGST, SGST, UTGST, IGST ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡെഫിനിഷനകത്ത് നോക്കേണ്ടതുണ്ട്. അടുത്തത് കൺസിഡറേഷൻ എന്നുള്ള ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ്, ഇത് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണ്, എനി പേയ്മെന്റ് മെയ്ഡ് ഓർ ടു ബി മെയ്ഡ് എന്ന് പറഞ്ഞാല് നമ്മൾ നമുക്ക് കൺസിഡറേഷൻ കൊടുക്കാമെന്ന് നമ്മൾ ഏൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഇഫ് വി കമ്മിറ്റഡ്, അത് കൺസിഡറേഷന്റെ ഡെഫിനിഷനകത്ത് വരുന്നുണ്ട്. വെദർ മണി ഓർ അതർവൈസ്, അപ്പോൾ മണി ആയിട്ട് തന്നെ കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, മറ്റേതെങ്കിലും രീതിയിലാണ് കൺസിഡറേഷൻ എങ്കിലും അത് കൺസിഡറേഷന്റെ ഡെഫിനിഷനകത്ത് വരുന്നു. എന്താണ് അതിനകത്ത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം മണി അല്ലാതെയുള്ള കൺസിഡറേഷൻ എന്താണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഒരു ബിൽഡർ ഒരു ലാൻഡ് ഓണറുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ഈ ലാൻഡ് ഓണറായിട്ട് എഗ്രിമെന്റിൽ പറയുന്നത് ഒരു 100 സെന്റ്സ് ഓഫ് ലാൻഡില് അവർ 100 ഫ്ലാറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ 100 ഫ്ലാറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവര് ലാൻഡ് ഓണർ ഡെവലപ്മെന്റ് റൈറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഡെവലപ്മെന്റ് റൈറ്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ബിൽഡർ 20 ഫ്ലാറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ മണി ഇൻവോൾവ് ആയിട്ടുണ്ടോ? മണി ഓർ അതർവൈസ്, അതാണ് ഇവിടെ ഡെവലപ്മെന്റ് റൈറ്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്ന 20 ഫ്ലാറ്റ്സിന്റെ വാല്യൂ ആണ് അവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഇവിടുത്തെ കൺസിഡറേഷനകത്ത് ഈ ഡെഫിനിഷനകത്തുള്ള ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് എനി ആക്ട് ഓഫ് ഫോർബിയറൻസ്, അതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് ഇപ്പോ ഒരു നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡേറ്റഡ് ഡാമേജസ് ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്ന ഫോർബിയറൻസിൽ വരുന്നത്. അത് സബ്സിക്വന്റ് ക്ലാസ്സസിൽ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അതുപോലെ ദ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് വോളണ്ടറി ആയിട്ട് തന്നെ ആണെന്നില്ല കൺസിഡറേഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഓഫ് കോഴ്സ് ഗുഡ്സിന്റെയും സർവീസിന്റെയും സപ്ലൈക്ക് വേണ്ടിയാണ് ഈ കൺസിഡറേഷൻ കിട്ടിയിരിക്കേണ്ടത്. ഇതാണ് ഒരു ഡെഫിനിഷൻ. പിന്നെ അടുത്തത് ഒരു വർക്ക്സ് കോൺട്രാക്ടിന്റെ ഡെഫിനിഷനായിട്ട് നോക്കാം.
Contract for building, construction, fabrication, completion, erection, installation, fitting out, improvement, modification, repair, maintenance, renovation, alteration, commission of immovable property. ഈ ലാസ്റ്റ് പോയിന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ പണ്ടത്തെ സിസ്റ്റം ഇപ്പോൾ പ്രീ GST സിസ്റ്റത്തിലും വർക്സ് കോൺട്രാക്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ GST വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ നടക്കുന്ന ഈ പറയുന്ന ആക്ടിവിറ്റി, അതിന് മാത്രമേ വർക്സ് കോൺട്രാക്ട് ഡെഫിനിഷനകത്ത് വരുന്നുള്ളൂ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് പണ്ട് നമ്മൾ വർക്സ് കോൺട്രാക്ട് ആണ് എടുത്തിരുന്നത്. വാറ്റിലാണെങ്കിലും വാറ്റിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. വാറ്റിൽ നമ്മൾ AMC എന്ന് പറഞ്ഞാൽ വർക്സ് കോൺട്രാക്ട് ആണ് എടുത്തത്. അതിനകത്ത് അബേറ്റ്മെന്റ് ക്ലെയിം ചെയ്തിട്ട് 60%, 40% എന്ന രീതിയിൽ എടുത്തിരുന്നു. പക്ഷേ അത് ഈ GST വന്നു കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഓൺലി എ സർവീസ് ആണ്. അത് വർക്സ് കോൺട്രാക്ടിന്റെ ഡെഫിനിഷനകത്ത് വരുന്നില്ല. അപ്പോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ വരുന്ന ആക്ടിവിറ്റിയെ, ഈ പറയുന്ന ആക്ടിവിറ്റികളെയാണ് വർക്സ് കോൺട്രാക്ട് ആയിട്ട് എടുക്കുന്നത്. ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ അത് വർക്സ് കോൺട്രാക്ട് ആണ്. പക്ഷെ ഒരു AC ഫിറ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു AMC കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്സ് കോൺട്രാക്ട് അല്ല. അപ്പോൾ ഈ തവണ GST ഡെഫിനിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ നമുക്ക് അടുത്തൊരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? ഇത് ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. XYZ പ്രൈവറ്റ് ലിമിറ്റഡ് അതൊരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. മഹാരാഷ്ട്രയിലാണ് അവരുടെ രജിസ്ട്രേഷൻ ഉള്ളത്. പക്ഷേ അവര് ബാംഗ്ലൂരിലുള്ള XYZ ബാംഗ്ലൂരിലുള്ള ഒരു ടാക്സബിൾ പേഴ്സണിന് വേണ്ടി അവർ ഒരു ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നു. ശരിക്കും XYZ ബോംബെയിലാണ്, അവരുടെ രജിസ്ട്രേഷൻ ബോംബെയിലാണ്. അവർക്ക് ഒരു 2 മാസത്തേക്ക് വേണ്ടി ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ബാംഗ്ലൂർ പോകുന്നു. അങ്ങനെ ബാംഗ്ലൂർ അവിടെ ഒരു ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി അവരവിടെ രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ട്. ആ ബാംഗ്ലൂർ കർണാടകയിൽ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ഒഴിവാക്കാനായിട്ടാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് അവർക്ക് അവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നു. ഈവന്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം അവർക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതിനകത്ത് ഒരു ഒക്കേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്താനായിട്ട് വേറൊരു സ്റ്റേറ്റിൽ പോയി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. A person who occasionally undertakes transactions involving supply of goods or services in the course of furtherance of business, whether as a principal agent or in any other capacity in a state or union territory where he has no fixed place of business. No fixed place of business അവിടെ ഉണ്ടാകരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ രജിസ്ട്രേഷൻ എടുത്തിട്ട് നമുക്ക് അവിടെ മറ്റൊരു സ്റ്റേറ്റിൽ പോയി ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മൾ GST കടന്നിട്ടില്ല. ഇതൊരു ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ കാർത്തികയുടെ ക്ലാസ് ഒരു Q&A വന്നതിനകത്ത് 2-3 കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, എനിക്കറിയാം. എന്തുകൊണ്ടാണ്? അത് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ എടുക്കണം, അതിനകത്ത് ചില ടാക്സുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അത് അപ്പോർഷൻ ചെയ്യേണ്ടി വരും. അതുപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ആർക്കാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഒരു ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഇപ്പോഴും പല ഡീലേഴ്സിനും അല്ലെ പല അക്കൗണ്ട്സ് ഫീൽഡിലുള്ളവർക്കും ആരാണ് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും റേസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത് ജനറൽ ആയിട്ട് ടേംസിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ആണ് റേസ് ചെയ്യുന്നത് അറിയാം. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ GST ആക്ടിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ആരാണ് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് റേസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി മെയിൻ ആയിട്ടുള്ള ക്രക്സ് എന്താണ് GST? GSTയിലെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നാഡി എന്താണ്?
നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചുറ്റും പല പല ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് നോക്കാം. ഒരു ബാങ്കിങ് ഇൻഡസ്ട്രി, ഇൻഷുറൻസ്, ഹോട്ടൽ, ടൂറിസം, പിന്നെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റൽസ്, ഈ പറയുന്ന എത്രയോ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. അപ്പൊ ഈ ചുറ്റും നടക്കുന്ന ആക്ടിവിറ്റികൾക്ക് ജി എസ് ടി ആപ്ലിക്കബിൾ ആണോ? ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്, ജി എസ് ടി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിലാണ് ചാർജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ് സപ്ലൈ എന്നാണ്. കൺസെപ്റ്റ് ഓഫ് സപ്ലൈ, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. സപ്ലൈ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ആ ട്രാൻസാക്ഷൻസിൽ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ കൺസിഡറേഷൻ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആ മണി തന്നെ ആയിരിക്കണം എന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ മണി തന്നെ ആയിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നത് യൂസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഫോർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്. ഒരു ബിസിനസിന് വേണ്ടി നടത്തുന്ന ഒരു ട്രാൻസാക്ഷൻസിന് മാത്രമാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഈ സപ്ലൈ തന്നെ ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ ഉണ്ട്. അത് നമ്മൾ അടുത്ത ഇതിൽ ക്ലാസ്സിൽ പറയുന്നു. ഈ സപ്ലൈ ആകണമെന്നുണ്ടെങ്കിൽ സപ്ലൈയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ് കൺസിഡറേഷനും യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ഇൻ ദ കോഴ്സ് ഓഫ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സപ്ലൈ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ജി എസ് ടിയിൽ അല്ലെങ്കിൽ നോൺ സപ്ലൈ എന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാത്ത കേസിലൊക്കെ നോൺ സപ്ലൈ എന്നാണ് പറയുന്നത്. അപ്പോ ഈ പോയിന്റ് എപ്പോഴും മനസ്സിൽ നിൽക്കുക. പക്ഷെ നമ്മൾ അറിയാലോ, ആക്ട് എടുത്തു കഴിയുമ്പോൾ ചില എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേർഡ് ഉണ്ടാവും. അത് ഞാൻ അടുത്ത പി പി ടിയിൽ പറയുന്നുണ്ട്. ഇതാ അടുത്തത്. ഈ രണ്ട് പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കുക. സപ്ലൈ ആണ് ജി എസ് ടിയിൽ ടാക്സ് ചെയ്യേണ്ട ഒരു ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അത് ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻസിലാണ് ജി എസ് ടിയിൽ നമ്മൾ സപ്ലൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. All forms of supply of goods or services such as sale, transfer, barter, exchange, license, rental, lease, disposal. എന്ന് പറഞ്ഞാല് സപ്ലൈക്കകത്ത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻക്ലൂസീവ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതല്ലാതെയുള്ള വേറൊരു ഫോം ആയിട്ടാണ് ആരെങ്കിലും വരുന്നതെങ്കിലും അതും സപ്ലൈക്കകത്ത് എടുത്തിടുന്നുണ്ട്. അതാണ് നമ്മുടെ ഡെഫിനിഷൻസിലെ ഒരു ഗുണം. അപ്പോ ഈ പറയുന്ന സെയില് നമുക്കറിയാം, പണ്ട് തൊട്ടേ നമുക്കറിയാം സെയിൽ എന്ന് പറഞ്ഞിട്ട് സെയിൽ ഓഫ് ഗുഡ്സ്. ട്രാൻസ്ഫർ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും ഈ സപ്ലൈക്ക് അത് വരുന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ അത് ഒരു ഹിന്റ് തന്നിരുന്നു. ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ ആണ്. ബാർട്ടർ, ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കൺസിഡറേഷൻ വരുന്നില്ല. ഒരു പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം, ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അതിന് പകരം വേറെ പ്രൊഡക്റ്റ് തരുന്നു. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഇവിടെ സപ്ലൈയുടെ ഡെഫിനിഷനകത്ത് വരുന്നുണ്ട്. അവിടെയും ജി എസ് ടി ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് വരില്ല. എന്ന് പറഞ്ഞാൽ അവിടെ അത് റെക്കോർഡ് ചെയ്യുന്നില്ല. അവിടെ ഒരു ഗുഡ്സിന്റെ എക്സ്ചേഞ്ച് ബാർട്ടർ മാത്രമാണ്, കൊടുക്കുന്നു തിരിച്ചു വേറെ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മളിവിടെ ജി എസ് ടി ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പുതിയ കാറിന്റെ എക്സ്ചേഞ്ച്, പഴയ കാർ കൊടുക്കുന്നു, അതിന് പകരം പുതിയ കാറും അതിന്റെ ബാലൻസ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ആ സമയത്തും ഈ ജി എസ് ടി ആപ്ലിക്കബിലിറ്റി വരുന്നു. എന്താണ് ബാർട്ടറും എക്സ്ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം? ബാർട്ടർ എന്ന് പറഞ്ഞാൽ മിയർലി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണ്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാലോ
അവിടെ ഒരു വാല്യൂ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ 10 lakhs rupees ആണെന്നുണ്ടെങ്കിൽ 3 lakhs rupeesന്റെ ഓൾഡ് കാർ നമ്മൾ കൊടുക്കുന്നു, ബാക്കി 7 lakhs കൊടുക്കുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അത് എക്സ്ചേഞ്ച് ആയിട്ട് വരുന്നു. പ്രൊഡക്റ്റുകളുടെ ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബാർട്ടർ എന്ന് പറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് ലൈസൻസ്, റെന്റൽ, നമുക്കറിയാം ലൈസൻസ് ടു ഒക്കുപ്പൈ ദ ലാൻഡ്, അതുപോലെ റെന്റൽ, ഒരു ബിൽഡിങ്ങിന്റെ റെന്റൽ കൊടുക്കുക, ലീസ് കൊടുക്കുക, മെഷീനറിയുടെ ലീസ്, പിന്നെ വേറെ ഏതെങ്കിലും ഇതിലുള്ള ഡിസ്പോസൽ, ഇതെല്ലാ ഡെഫിനിഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആക്ച്വലി പറയുന്നുണ്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് GST ആപ്ലിക്കബിലിറ്റി വരും. അത് ടാക്സിബിൾ ഇവന്റ് ആണ്, അത് സപ്ലൈ ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ നോക്കാം. ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. ഈ സപ്ലൈക്കകത്ത് വരുന്ന വേറൊരു ഐറ്റമാണ് ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1. ഈ ഷെഡ്യൂൾ 1 പറയുന്ന 4 ഐറ്റങ്ങളുണ്ട്. ഈ 4 ഐറ്റം എന്ന് പറയുന്നത് ഇഫ് എ ട്രാൻസാക്ഷൻ ഇസ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള 4 ഐറ്റങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് കൺസിഡറേഷൻ ആണെങ്കിൽ തന്നെയും ഈ സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു പറഞ്ഞു. ഷെഡ്യൂൾ 1 ഞാൻ 2-3 സ്ലൈഡ് കഴിയുമ്പോൾ അത് ഷെഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൺസിഡറേഷൻ ഇല്ലാതെ ഉള്ള ട്രാൻസാക്ഷൻ ആണെങ്കിലും സപ്ലൈക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസിഡറേഷനും ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലൈക്ക് വരത്തുള്ളൂ. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ സപ്ലൈ ആകുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. പക്ഷേ ഇവിടെ ഡെഫിനിഷനകത്ത് നെക്സ്റ്റ് സ്ലാൻസിൽ പറയുന്നുണ്ട് 4 ആക്ടിവിറ്റി ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ തന്നെയും ഈ സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. അടുത്തത് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കൂ. നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻസിന് എക്സെപ്ഷൻസ് ആണ്. എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഫർദറൻസ് ഓഫ് ബിസിനസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ്, ഇറലവന്റ് ആണ്. ഒരു കൺസിഡറേഷൻ കൊടുത്ത് നിങ്ങൾ പുറത്തുനിന്നുള്ളൊരു ഇമ്പോർട്ട് ഓഫ് സർവീസ് വരികയാണെങ്കിൽ അതും സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, GST ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കൺസിഡറേഷനും ഫർദറൻസ് ഓഫ് ബിസിനസ്സും ഇല്ലെങ്കിൽ തന്നെയും ഉള്ള 2 കേസുകളാണ് ഞങ്ങൾ പറയുന്നത്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഒരു പേഴ്സണൽ യൂസിന് ഞാൻ പുറത്തുനിന്നുള്ള ഒരു എന്തെങ്കിലും സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ, എന്റെ പേഴ്സണൽ യൂസിനാണെങ്കിൽ തന്നെയും ഞാൻ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് GST ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ പല സർവീസും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പേയ്മെന്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന പേഴ്സണൽ യൂസിനാണെങ്കിൽ തന്നെയും നമ്മളിത് GST അടയ്ക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ബില്ലുകളും ആ GST ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഫർദറൻസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ GST ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. ഇനി നമുക്ക് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് സപ്ലൈ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സപ്ലൈയെ നമ്മൾ ടാക്സിബിൾ സപ്ലൈ ആയിട്ട് മാറ്റിയിരിക്കുന്നു, നോൺ ടാക്സിബിൾ സപ്ലൈ ആയിട്ട് എടുത്തിരിക്കുന്നു. 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ടാക്സിബിൾ സപ്ലൈസിൽ വരുന്നത് റെഗുലർ ടാക്സിബിൾ സപ്ലൈസ്, നിൽ റേറ്റഡ് സപ്ലൈസ്, സീറോ റേറ്റഡ് സപ്ലൈസ്. പിന്നെ നോൺ ടാക്സിബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എക്സം സപ്ലൈസ് ആൻഡ് നോൺ GST സപ്ലൈസ്. ഈ നോൺ GST സപ്ലൈസ് എന്ന് പറഞ്ഞാൽ അത് ഷെഡ്യൂൾ 3 നമുക്ക് വളരെ വിശദമായിട്ട് നമ്മളൊന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണുന്നുണ്ട്. അപ്പോ ടാക്സിബിൾ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കാം? ടാക്സിബിൾ ഉണ്ടായിരിക്കാം, നിൽ റേറ്റഡ് ഉണ്ടായിരിക്കാം, എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ ഒരു വെജിറ്റബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണോ? ടാക്സ് ഇല്ല, അത് നിൽ റേറ്റഡ് ആണ്. അതുപോലെ തന്നെ പെട്രോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നോൺ GST പ്രൊഡക്റ്റ് ആണ്, അപ്പൊ അതിനും ടാക്സ് ഇല്ല. സീറോ റേറ്റഡ് സപ്ലൈ നമ്മൾ വീണ്ടും കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഓഫ് സപ്ലൈ, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആണ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആണ്. അതിന് നമ്മൾ GST പറയുന്ന ഒരു ടേം ആണ് സീറോ റേറ്റഡ് സപ്ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സപ്ലൈ ഈസ് ഡൺ ഫോർ എ കൺസിഡറേഷൻ. എലിമെന്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. എലിമെന്റ്സ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഈസ് ഡൺ ഫോർ എ കൺസിഡറേഷൻ ആൻഡ് ദ സപ്ലൈ ഷുഡ് ബി ഫോർ ദ ഫർദറൻസ് ഓഫ് ബിസിനസ്. അപ്പോ നമ്മളിപ്പോ ഹവർ ആസ് പെർ ഷെഡ്യൂൾ 1 ഓഫ് ദ GST ആക്ട് certain activities are considered as supply even if it is made without consideration. ഒന്നൊരു റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ GST ഷെഡ്യൂൾ 1 ഓഫ് ദ GST ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന 4 ഐറ്റങ്ങൾ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ GSTയിൽ സപ്ലൈ ആയിട്ട് എടുത്ത് അതിന് ടാക്സ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഹലോ ഓൾ, അപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൈൻ ലാംഗ്വേജ് തംസ് അപ്പ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. നമുക്കറിയണ്ടേ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്കൊരു ഒരു ഒരു സെഷനിലേക്ക്, ഒരു ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് പോവാം. അടുത്ത ഒരു പോള്. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് അല്ലെ? നോക്കാം, ഞാനൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. Mr. Rahul is a famous tutor. He is running 2 tuition centers. He is providing free coaching to Mr. Dev. Taking into account that he is a brilliant student, can you help me to identify whether this is supply or not? ഞാൻ ഇപ്പൊ ഒരു പോൾ ഓപ്പൺ ആക്കുന്നുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് സപ്ലൈ ആണോ? ഓക്കെ, യു കൻ ആൻസർ നൗ. സ്റ്റാർട്ട് ആൻസർ നൗ. നോക്കട്ടെ ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് നോക്കട്ടെ. ഓ മൈ ഗോഡ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഓൾമോസ്റ്റ്. ഓക്കെ ഓക്കെ, %73% polling. Okay. So I'm വേഗം ഒന്ന് പോൾ ചെയ്യാൻ പറ്റുമോ? കുറച്ചു പേരും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഞാൻ എൻഡ് ചെയ്യാണ്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് നോ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും യെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇറ്റ് ഇസ് നോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ ഞാൻ ഇതിന്റെ ഒരു പിന്നിലെ ഒരു കാര്യം പറയാം. എങ്ങനെയാണ് നമുക്ക് ഒരു സപ്ലൈ ആണ്, നമുക്കൊരു ഒരു കാര്യം കിട്ടി, നമുക്കത് മനസ്സിലാക്കണം ഇത് സപ്ലൈ ആണോ അല്ലയോ എന്നുള്ള കാര്യം. സോ അതിന് നിങ്ങൾ ആ കൂടി 2 എലമെന്റ് നോക്കിയാൽ മതി. എപ്പോഴും നമ്മൾ സപ്ലൈനെ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എലമെന്റ് ആ സപ്ലൈയിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ 2 എലമെന്റും പ്രസന്റ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് സപ്ലൈ, അതർവൈസ് ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ തന്നെ ആ 2 എലമെന്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് കൺസിഡറേഷൻ. സാർ നേരത്തെ പറഞ്ഞു, രമേശ് സാർ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് കൺസിഡറേഷൻ, രണ്ടാമത്തത് ഫർദറൻസ് ഓഫ് ബിസിനസ്. സോ ഈ 2 കേസസ് ഇൻക്ലൂഡഡ് ആണോ? ആണെങ്കിൽ ഇറ്റ് ഈസ് സപ്ലൈ. പിന്നെ ആകെ കൂടെ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചിലത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ എന്താന്ന് പറയും, സപ്ലൈ ആണെന്ന് പറയും, കുഴപ്പമില്ല പറയും. അതാണ് ഷെഡ്യൂൾ 1 സ്പെസിഫൈ ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ കഴിഞ്ഞ് സാർ ഡീൽ ചെയ്യും. സോ നമ്മൾ ഒരു കാര്യം സപ്ലൈ ആണോ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഈ 2 കാര്യം ഉണ്ടോ നോക്കണം. സോ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത്? മിസ്റ്റർ രാഹുൽ ഇസ് എ ട്യൂട്ടർ, ഹി ഈസ് റണ്ണിങ് 2 ട്യൂഷൻ സെന്റേഴ്സ്. അയാൾക്ക് 2 ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അതിൽ ദേവ് എന്ന് പറഞ്ഞ ഒരു കുട്ടി, ഹി ഈസ് വെരി ബ്രില്യന്റ്. സോ എന്ത് ചെയ്യാണ്, ഫ്രീ ഓഫ് കോസ്റ്റില് എന്ത് ചെയ്യാണ്, ട്യൂഷൻ എടുത്തു കൊടുക്കുകയാണ്, അയാള് പ്രൊവൈഡ് ചെയ്യാണ്. സോ ആദ്യത്തെ കേസ് എന്താണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്? ഫസ്റ്റ് എലമെന്റ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ നോക്കുക, കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ ഉണ്ടോ? ഇല്ല, ഇവിടെ കൺസിഡറേഷൻ ഇല്ല, കാരണം ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് എലമെന്റ് തന്നെ ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമത്തെ എലമെന്റിലേക്ക് പോവാൻ നോക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. ഓക്കെ, സോ സപ്ലൈ ആണെന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ 2 എലമെന്റ്, ആദ്യം അവിടെ കൺസിഡറേഷൻ ഉണ്ടോ നോക്കുക, സെക്കൻഡ് എലമെന്റ് അവിടെ ഫർദറൻസ് ഓഫ് ബിസിനസ് വരുന്നുണ്ടോ നോക്കുക. ഈ 2 എലമെന്റും പ്രസന്റ് ആണെങ്കിൽ നമുക്കത് സപ്ലൈ ആണെന്ന് പറയാം. അതർവൈസ് ഏതെങ്കിലും ഒരു എലമെന്റ് ഇല്ലെങ്കിൽ അതൊരു സപ്ലൈ അല്ല. ഓക്കെ,
ഇപ്പൊ ചെറുതായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ അടുത്ത പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഞാൻ കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ തന്നു. ഇനി നമുക്ക് നോക്കാം, ഇനി പോളിംഗിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. മിസ്റ്റർ എ സെൽ ഹാസ് യൂസ്ഡ് കാർ പർച്ചേസ്ഡ് 6 years ബാക്ക് ടു മിസ്റ്റർ ബി. ഈസ് ദിസ് സപ്ലൈ? ഞാൻ പോളിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നോക്കട്ടെ ആരൊക്കെ ആൻസർ ചെയ്യും കറക്റ്റ്ലി എന്ന്. ഓക്കെ, ഹിയർ സ്റ്റാർട്ട്സ്. സ്റ്റാർട്ട്. കം ഓൺ, നോക്കട്ടെ ആരൊക്കെയാണ്. വാവ്, ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിംഗ് ആണ് ഈ ഒരു കാര്യം. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോൾ ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് എവ്രി വൺ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഞാൻ പോളിംഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഓൾസോ നോട്ട് സപ്ലൈ. ഇതും സപ്ലൈ അല്ല. എങ്ങനെ? അപ്പൊ നിങ്ങൾക്ക് വരും അതെങ്ങനെ വരും? സപ്ലൈ അല്ലാതെ എങ്ങനെ അവിടെ വരും? ഇറ്റ് ഈസ് നോട്ട് ഫർദറൻസ് ഫോർ ബിസിനസ്. ഹി ഈസ് നോട്ട് എ ഡീലർ. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാർ ആയിരുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ വെഹിക്കിൾ ആയിരുന്നു അത് അദ്ദേഹം വിൽക്കാണ്. സം മിസ്റ്റർ ബി, ഇറ്റ് ഈസ് നോട്ട് ഹിസ് എന്താ പറയുക ബിസിനസ്. അദ്ദേഹം അത് ആ ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളെ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ സപ്ലൈ. സോ ഒന്നും കൂടെ ഞാൻ റിവൈൻഡ് ചെയ്യാം. സോ നമുക്ക് സപ്ലൈ എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമുക്ക് സപ്ലൈ എന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ യെസ് വി ഹാവ് ടു സേ ഇറ്റ് ഇസ് സപ്ലൈ. യെസ് ഇറ്റ് ഇസ് സപ്ലൈ എന്ന് പറയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് അവിടെ കൺസിഡറേഷൻ ഉണ്ടോ എന്ന് നോക്കുക. കൺസിഡറേഷൻ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് വൺ അവിടെ കൺസിഡറേഷൻ ഉണ്ടോ എന്ന് നോക്കാം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അതൊരു ഫർദറൻസ് ഓഫ് ബിസിനസ്, നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ ഫർദറൻസ് ഓഫ് ബിസിനസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ രണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സപ്ലൈ എന്ന് പറയാൻ പറ്റൂ. ഇനി ഇതിനൊരു എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വരുന്നത്, അതായത് ഇപ്പോ ഈവൻ വിത്തൗട്ട് ചില കാര്യങ്ങൾ, അതും വളരെ എനിക്ക് തോന്നുന്നു 4 കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈവൻ വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ എന്തായിട്ട് പറയാ സപ്ലൈ ആയിട്ട് പറയാം. അതാണ് ഷെഡ്യൂൾ 1 ഡീൽ ചെയ്യുന്നത്. സോ സപ്ലൈ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ 2 കേസസ്. കൺസിഡറേഷൻ ഉണ്ടോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് യെസ് ആണെങ്കിൽ ഗോ ഫോർ ദ സെക്കൻഡ് കണ്ടീഷൻ. ഫർദറൻസ് ഓഫ് ബിസിനസ് ആണോ നോക്കുക. യെസ്, ബോത്ത് ഉണ്ട് വിചാരിക്കുക. ഇറ്റ് ഇസ് സപ്ലൈ. അതർവൈസ് ഇറ്റ് ഇസ് നോട്ട് എ സപ്ലൈ. ഓക്കെ, സോ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് നോക്കട്ടെ. ഓ വെരി ഗുഡ്. ഓ മൈ ഗാഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, എനിക്ക് നല്ല ആൾക്ക് നമ്മൾ സ്പീക്കേഴ്സിന് നിങ്ങളെ കാണുമ്പോഴാണ് ഒരു എനർജി കൂടുക. നമുക്ക് സംസാരിക്കാനായാലും ഒക്കെ ഒരു എനർജി കൂടണമെങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം. സോ നിങ്ങളെ നിങ്ങളെ ഒന്ന് കാണുമ്പോഴാണ് നമുക്ക് സംസാരിക്കാനായാലും ഒരു എനർജി കിട്ടുക. സോ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത വെരി താങ്ക്ഫുൾ. സോ ഇത്രയാണ്. ഇപ്പൊ സപ്ലൈയുടെ കാര്യം മറക്കരുത്. കൺസിഡറേഷൻ ആൻഡ് ഫർദറൻസ് ഓഫ് ബിസിനസ്, ഈ 2 ഇതുണ്ടെങ്കിൽ നമ്മൾ സപ്ലൈ എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തേക്ക് പോവാം. ഞാൻ രമേശ് സാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു കാർത്തിക. ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ പല ടോപ്പിക്സും കവർ ചെയ്യാനുണ്ട്. ഇനിയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ടോപ്പിക്സും വരുന്നുണ്ട്. അത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുമ്പോൾ തന്നെ അതിനുശേഷം എടുത്തിട്ടാണ് ഈ പറയുന്ന സെയിം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പക്ഷെ ഇതിലും ഈ പറഞ്ഞ പോലെ സപ്ലൈക്കകത്ത് വരുന്ന ഈ ഫ്രീ ആണോ, അതിനകത്ത് വാല്യുവേഷൻ റൂൾസ് വീണ്ടും വരുന്നുണ്ട്. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് വേറെ വാല്യുവേഷൻ റൂൾസ് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും ഈ പോയിന്റുകളൊക്കെ. ഇപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ നിങ്ങളുടെ ഒരു റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഈ ശരിക്കും ഈ GST ഇപ്പൊ 3 വർഷമായി GST വരുന്നത്. ഈവൻ നമ്മൾ ഇപ്പോഴും ഈ GST നമ്മൾ പഠിക്കുന്നത് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്നാ പറയുന്നത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ആദ്യം 2017 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ അൺലേൺ ചെയ്തിട്ടാണ് പിന്നെ റീലേൺ ചെയ്യുന്നത്.
അത്രയ്ക്ക് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരുന്നത്. രാവിലെ ആഷ്ണ പറഞ്ഞ പോലെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, പിന്നെ സർക്കുലേഴ്സ് ഉണ്ട്. ഇപ്പൊ അതിലും കൂടുതൽ വന്നിരിക്കുന്നത് അഡ്വാൻസ് റൂളിംഗ് ആണ്. അഡ്വാൻസ് റൂളിംഗ് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും അഡ്വാൻസ് റൂളിംഗ് വ്യത്യസ്തങ്ങളായിട്ടാണ് വരുന്നത്. ഒരു സ്റ്റേറ്റിൽ പറയുന്ന അഡ്വാൻസ് റൂളിംഗ് അല്ല മറ്റൊരു സ്റ്റേറ്റിൽ പറയുന്നത്. അപ്പോ ഈ പറയുന്ന പല കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സപ്ലൈ, ഈ ടാക്സിബിൾ സപ്ലൈ എന്താണ്, നോൺ ടാക്സിബിൾ സപ്ലൈ ആണ്, ഇതെല്ലാം ആ ബേസിക് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് തറവാക്കുക. ബേസിക് തറവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയിട്ട് എന്ത് നോക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആവും. ഈച്ച് വൺ ഓഫ് യു വിൽ ബി ദ എക്സ്പേർട്ട്. ഓക്കെ, നമുക്കിനി അടുത്തത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഷെഡ്യൂൾസ് അണ്ടർ ദ CGST ആക്ട്. CGST ആക്ട് എന്നാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതിന് ഈക്വലന്റ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. ഇവിടെ ഈ ഷെഡ്യൂൾസ് ആക്ടിന്റെ ഷെഡ്യൂൾസിൽ പറയുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഈ സപ്ലൈയെ പറ്റിയാണ് കൃത്യമായിട്ട് അവർ പറയുന്നത്. സപ്ലൈ വിത്തൗട്ട് കൺസിഡറേഷൻ സ്റ്റിൽ ഇറ്റ് ഇസ് ടാക്സബിൾ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺസിഡറേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ സപ്ലൈ ഇല്ല എന്ന് പറഞ്ഞു. ആ ഡെഫിനിഷനകത്ത് വിപരീതമായിട്ടാണ് ഇവിടെ പറയുന്നത്. ആ ഡെഫിനിഷൻ സപ്ലൈ ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്, ആക്ടിവിറ്റീസ് കമ്മിങ്സ് അണ്ടർ ഷെഡ്യൂൾ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ വിൽ ബി കംസ് അണ്ടർ സപ്ലൈ ആൻഡ് ദാറ്റ് വിൽ ബി ടാക്സബിൾ. അത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് താഴെ പറയാം. അതുപോലെ തന്നെ സപ്ലൈസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മൾ പ്രീ GST പീരീഡിലുള്ള ലീഗൽ ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു. ദാറ്റ് മീൻസ് ഒരു സെയിലാണോ അതോ സർവീസ് ആണോ, അത് ബസ് കോൺട്രാക്ട് ആണോ, അല്ലെന്നുണ്ടെങ്കിൽ അത് ഏതാണ്, ഗുഡ്സിനെ പറ്റിയാണോ പറയുന്നത് സർവീസിനെ പറ്റിയാണോ, അതൊരു വലിയൊരു ലീഗൽ ഇഷ്യൂ ആയിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ആയിട്ടുള്ളത്. ചില കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹോട്ടലിൽ സെർവ് ചെയ്യുന്നത് അത് സെയിലാണെന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നത്, സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് സർവീസ് ആണെന്നുള്ളതിൽ. അങ്ങനെയുള്ള പല ഡിസ്പ്യൂട്ട്സും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകൾ മനസ്സിലാക്കി തന്നെ GSTയിൽ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളാണ് ഈ ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞത്. സപ്ലൈസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസ്. ഈ ഷെഡ്യൂൾ പറയുന്നത് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു അതോറിറ്റിക്ക് അത് പറയാൻ പറ്റില്ല, അത് അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്ന ഓരോരോ ഇഷ്യൂസുകൾ അഡ്രസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഷെഡ്യൂൾസിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 1, 2, 3 ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഓരോ റെഫറൻസുകളിലും ഇതൊക്കെ ഓരോ ടോപ്പിക്കിലും ഇതിന്റെ റെഫറൻസ് വന്നുകൊണ്ടിരിക്കും. ട്രാൻസാക്ഷൻ വിച്ച് ആർ നെയ്തർ സപ്ലൈ ഓഫ് ഗുഡ്സ് നോർ സർവീസസ്. അപ്പൊ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ ആയിട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താന്നുള്ളത്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1, സപ്ലൈ വിത്തൗട്ട് എ കൺസിഡറേഷൻ. ഇവിടുത്തെ ആദ്യം 4 പോയിന്റാണ് വരുന്നത്. പെർമനന്റ് ട്രാൻസ്ഫർ ഓർ ഡിസ്പോസൽ ഓഫ് ബിസിനസ് അസറ്റ്സ് where input tax has been availed. ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അസറ്റ് അത് പെർമനന്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയോ അത് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ആയിട്ട് എടുക്കും. അവിടെ പെർമനന്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൊപ്പറേറ്റർ അയാൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു കമ്പ്യൂട്ടർ വീട്ടിലേക്ക് എടുത്തോണ്ട് പോയി. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ബിസിനസ് GST നമ്പർ ഉപയോഗിച്ചാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിട്ടുള്ള GST അദ്ദേഹം എന്ത് ചെയ്തു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തു. ഇതിന് ശേഷം പുള്ളി ഈ കമ്പ്യൂട്ടർ പേഴ്സണൽ യൂസിലേക്കായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. കൺവേർട്ടർ അല്ലെങ്കിൽ ഡിസ്പോസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ദിസ് ബിസിനസ് അസറ്റ് ആണ്. നമ്മുടെ ബുക്സിനകത്ത് കാണിച്ചിരിക്കുന്നത് ബിസിനസ് അസറ്റ് ആണ്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് സ്വന്തം ആവശ്യത്തിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അതൊരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള
ഡിസ്പോസൽ വന്നു കഴിഞ്ഞാൽ അവർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ആ സപ്ലൈ ആയിട്ട് എടുത്തിട്ട് ടാക്സിബിൾ സപ്ലൈ ആയിട്ട് എടുത്തിട്ട് അതിന് ടാക്സ് ചെയ്യേണ്ട സന്ദർഭമുണ്ട്. അപ്പോ ഇതിന് ഫസ്റ്റ് പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ്, സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. ഇവിടെ നേരത്തെയും നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ റെഫർ ചെയ്തിരുന്നു. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സെയിം പാനിന്റെ താഴെയുള്ള ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ബ്രാഞ്ചസുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്. അപ്പൊ ആ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണ്. അപ്പോ ഈ പറയുന്ന അവര് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ തന്നെയും ഇവിടെ GST ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അപ്പോ നേരത്തെ കാർത്തിക പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിള് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും. എന്താണ്? അവിടുത്തെ ഒരു സ്റ്റുഡന്റിന് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. അപ്പൊ അത് ഇവിടെ വരില്ലേ എന്നുള്ളതാണ് അല്ലെ? ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് അവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ഓർ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. ഈ സെയിം തന്നെ എക്സാമ്പിളിൽ അവിടെ റിലേറ്റഡ് പേഴ്സൺസ് ആയിരുന്നുവെങ്കിൽ അവിടെ അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ എന്തുകൊണ്ടാണ്? ആ കുട്ടി ബ്രില്യന്റ് ആയിരുന്നു, അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തത് കൊണ്ടൊരു ഫ്രീ ട്യൂഷൻ എടുത്തു കൊടുത്തു. അതുകൊണ്ട് സപ്ലൈ ആവണമെന്നില്ല. അവിടെ റിലേറ്റഡ് പേഴ്സൺസ് അല്ല, അതുപോലെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് അല്ല. അതുകൊണ്ടാണ് അവിടെ സപ്ലൈ അല്ലാതെ വരുന്നത്. സെയിം തന്നെ റിലേറ്റഡ് ആയിരുന്നുവെങ്കിൽ അത് സപ്ലൈ ആയിട്ട് വരുമായിരുന്നു. ഇതൊക്കെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള GST ഇഷ്യൂ തന്നെ നമുക്ക് തീർന്നു കിട്ടുന്നില്ല. ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി വരിക ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷെ സ്റ്റിൽ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അതുപോലെ തന്നെ ആ ബിസിനസ് എന്റിറ്റി ഒരു ഓഡിറ്റിന് വിധേയമായിട്ടുണ്ടെങ്കിൽ, അത് ഓഡിറ്റ് സ്പെഷ്യൽ ഓഡിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ GST ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു CA ഓഡിറ്റ് ചെയ്യുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, അവർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന പോയിന്റ് സപ്ലൈ ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺസ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടേംഡ് ആസ് എ സപ്ലൈ. അവിടെ ഈ പറയുന്ന ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത്, ഗിഫ്റ്റ് നോട്ട് എക്സീഡിംഗ് 50,000 ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ എൻ എംപ്ലോയർ ടു എംപ്ലോയി നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ. ഇവിടെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി എന്ന് പറയുന്നത് GST ആക്ടിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ദേ ആർ റിലേറ്റഡ് പേഴ്സൺസ് ആണ്. അപ്പോ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിലും ടാക്സിബിൾ ആണ്. ഇവിടെ ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്. അപ് ടു 50,000 ആണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന നമ്മുടെ ഷെഡ്യൂൾ 1 വരുന്നില്ല, എക്സംഷൻ ആണെന്നുള്ളത്. അടുത്തത്, അപ്പൊ ഈ പറയുന്ന ഈ രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മൾ ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ ടാക്സ് ചെയ്യുന്നു പറയുന്നത്. അവിടെ ശരിക്കും വിത്തൗട്ട് കൺസിഡറേഷൻ ആണല്ലോ. സപ്ലൈ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു പ്രിൻസിപ്പൽ വേറൊരു സ്റ്റേറ്റിലുള്ള ആളാണ്, അയാളുടെ സ്റ്റോക്ക് ഇവിടെ ഏജന്റിന് അയക്കുന്നു. ഇവിടെ നിന്നാണ് ഏജന്റ് ആണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പ്രിൻസിപ്പൽ ഏജന്റ് കോൺട്രാക്ട് അനുസരിച്ച് ഗുഡ്സിന്റെ ഓണർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ്. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ അല്ലെ, അവിടെ ടൈറ്റിൽ ട്രാൻസ്ഫർ ആവുന്നില്ല. ഓണർ ഷുഡ് ബി ദ പ്രിൻസിപ്പൽ ആണ്. സ്റ്റിൽ അവിടെ ഈ പറയുന്ന കൺസിഡറേഷൻ ഇല്ല എന്നെങ്കിൽ തന്നെയും സപ്ലൈ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്ന് പറയുന്നത് അവിടെ GST ആപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ കൺസൈൻമെന്റ് ഏജൻസ്, എനിക്ക് പലർക്കും ആ ഒരു കോൺസെപ്റ്റ് അറിയാമായിരിക്കും. പണ്ട് നേരത്തെ PGST കാലയളവിൽ ഉണ്ടായിരുന്നതാണ് കൺസൈൻമെന്റ് ഏജൻസി. പണ്ട് കൺസൈൻമെന്റ് ഏജൻസിന്റെ അഗ്രിമെന്റിന്റെ ബേസിസിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് കേരളത്തിലാണെങ്കിൽ കേരളത്തിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ടാക്സ് ചെയ്യുന്നില്ല, ഫോം എഫിന്റെ ബേസിസിലാണെന്ന് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അപ്പോ അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണെങ്കിലും ഈ പറയുന്ന ഫോംസിന്റെ ബേസിസിലായിരുന്നു ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അന്ന് ടാക്സ് ഇല്ലായിരുന്നു. പക്ഷെ GST വന്നു കഴിഞ്ഞപ്പോൾ
ഈ പറയുന്ന ബ്രാൻഡ് ട്രാൻസ്ഫേഴ്സ്, കൺസൈൻമെന്റ് ഏജൻസിന്റെ ട്രാൻസ്ഫേഴ്സ്, സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ്, ഇതിനെല്ലാം നമുക്ക് GST ആപ്ലിക്കേറ്റ് വരുന്നുണ്ട്. നാലാമത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ബട്ട് ദർ ഇസ് എ കൺസിഡറേഷൻ. ഒരു പേയ്മെന്റ് നടത്തിയിട്ട് സർവീസ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ആവശ്യത്തിലാണോ ഇല്ലെന്നുള്ളത് ഇമ്മറ്റീരിയൽ ആണ്, അത് സപ്ലൈയിൽ വരുന്നു, ടാക്സ് അടയ്ക്കണം എന്നുള്ളത്. ഇവിടെ ഈ പറയുന്ന നാലാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ബൈ എ പേഴ്സൺ, സെയിം തന്നെയാണ്, ഫസ്റ്റ് വേർഡ് സെയിം തന്നെയാണ്. ഫ്രം എ റിലേറ്റഡ് പേഴ്സൺ ഓർ എനി ഓഫ് ഹിസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇവിടെ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ട്രാൻസാക്ഷൻ ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണ്, ഇൻ ദ കോഴ്സ് ഓഫ് ഫോർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്, ആൻഡ് ഇമ്പോർട്ട് ഓഫ് സർവീസസ് ഇൻവോൾവ്. പക്ഷെ കൺസിഡറേഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? അയാളുടെ തന്നെ റിലേറ്റീവ് നിന്നാണ് ഈ പറയുന്ന സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫ്രം എ പേഴ്സൺ റിലേറ്റഡ് ടു ദ പർട്ടിക്കുലർ പേഴ്സൺ, അല്ലെങ്കിൽ അയാളുടെ ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കാം പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള. അപ്പൊ അവിടെ കൺസിഡറേഷൻ ഇല്ല, പക്ഷെ അവിടെ ഒരു ഇമ്പോർട്ട് ഓഫ് സർവീസ് നടന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഈ സർവീസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സുകാരനാണ്, ആ ബിസിനസ്സുകാരന്റെ സെയിം തന്നെ അവരുടെ വേറൊരു ബിസിനസ് സ്ഥാപനം പുറത്തുണ്ട്, സെയിം ഹോൾഡിംഗ് കമ്പനി ആയിരിക്കാം, സബ്സിഡി കമ്പനി ആയിരിക്കാം. ഈ ബിസിനസ്സിന് വേണ്ടിയാണ് അവിടെ നിന്ന് വേറൊരു സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ GST ആപ്ലിക്കേറ്റ് വരുന്നുണ്ട്, സപ്ലൈ ആയിട്ട് വരുന്നുണ്ട്, GST ആപ്ലിക്കേറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള 4 പോയിന്റുകളാണ് വിത്തൗട്ട് കൺസിഡറേഷൻ ഉള്ള ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് GST ആപ്ലിക്കേറ്റ് വരുന്നതും GST അടയ്ക്കേണ്ടതായിട്ടും വരുന്നത്. ഈ 4 പോയിന്റും മനസ്സിലാക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂച്ചറിൽ വരുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ കൺസൈൻമെന്റ് ട്രാൻസാക്ഷൻസ്, ബ്രാൻഡ് ടു ബ്രാൻഡ് ട്രാൻസ്ഫേഴ്സ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മറ്റുള്ളത് നമുക്ക് ഈവൻ ഇമ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നതും നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കാരണം അതൊരു പേയ്മെന്റ് ഗേറ്റ് വേയിലൂടെ അല്ലെങ്കിൽ ഒരു ഇതിൽ കൂടെ മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ 4 പോയിന്റ് ഷെഡ്യൂൾ 1 നോക്കുക. ഇനി അടുത്തത് ഷെഡ്യൂൾ 2 കിടക്കാം. ഷെഡ്യൂൾ 2 പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നേരത്തെ പറഞ്ഞു, പഴയ കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടാണ് ഈ പുതിയ ഷെഡ്യൂൾ 2 വന്നിരിക്കുന്നത്. അവിടെ പറയുന്നത്, ഈ ഷെഡ്യൂൾ 2 പറയുന്നത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ സപ്ലൈ ആണ് അല്ലെങ്കിൽ സർവീസിന്റെ സപ്ലൈ ആണെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഈ ഷെഡ്യൂൾ 2 18 ക്ലോസസുകളുണ്ട്. ഈ 18 ക്ലോസസിൽ 5 ക്ലോസസ് പറയുന്നത് അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്ന് പറയുന്നു. ബാക്കി 13 ക്ലോസസും സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഈ പറയുന്നത് നമ്മുടെ മേജർ ആയിട്ടുള്ള 2-3 പോയിന്റിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ആ പോയിന്റ് വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാം. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഇൻ ഗുഡ്സ്. ട്രാൻസ്ഫർ ടൈറ്റിൽ ഇൻ ഗുഡ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ഓർ അൺഡിവൈഡ് ഷെയർ ഇൻ ഗുഡ്സ്. ഒരു ഗുഡ്സിന്റെ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷെ ഇതിന്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത് ട്രാൻസ്ഫർ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിലുള്ള ഒരു ലാൻഡോ അല്ലെ ബിൽഡിങ്ങില് ലീസ്, ടെനൻസി, ഈസ്മെന്റ് ഇങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. ലീസിന് റെന്റ് കൊടുക്കുന്നത് ഗുഡ്സ് ആണോ സർവീസ് ആണോ? സർവീസ് ആണ്. അപ്പൊ അത് ഓരോന്നായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ലാൻഡിൽ റെന്റ് കൊടുക്കുകയോ ലീസിന് കൊടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ വരുന്നത് അവരുടെ റൈറ്റ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. റൈറ്റ് ടു യൂസ് ആണ്. പണ്ട് റൈറ്റ് ടു യൂസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പണ്ടും ഉണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ സർവീസ് ടാക്സിലും വാറ്റിലുമായിട്ട് എപ്പോഴും ഒരു
പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. റൈറ്റ് ടു യൂസ് സർവീസ് ആണോ അതോ ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണോ എന്നുള്ളത്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ അത് സോൾവ് ആയിട്ടുണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോസസ്സ്, വേറെ ഏതെങ്കിലും വ്യക്തിയുടെ ഗുഡ്സിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നുള്ളത്. ജോബ് വർക്ക് ചെയ്യുന്നു, ജോബ് വർക്കൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. ജോബ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് ഗുഡ്സിന്റെ സപ്ലൈ ആണോ അതോ സർവീസിന്റെ സപ്ലൈ ആണോ എന്നുള്ളത് സർവീസ് ആണ്. ഇത് ഇങ്ങനെ ഓരോന്ന് ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഷെഡ്യൂൾ 2 വരുന്നത്. ഇതിപ്പോ നമുക്ക് വായിച്ചു പോവുക. പിന്നെ സബ്സിക്വന്റ് ആയിട്ട് നമുക്ക് ഓരോ പോയിന്റ് വന്നുമ്പോൾ ഈ ഷെഡ്യൂൾ 2 റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ട്രാൻസ്ഫർ ഓഫ് ബിസിനസ് അസറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ബിസിനസ് അസറ്റ്സ് അവിടെ കൺസിഡറേഷൻ ഇല്ലാതെയാണ്, പക്ഷെ ഇവിടെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. ഈ ഷെഡ്യൂൾ 2 കൺസിഡറേഷൻ ഉള്ള ട്രാൻസ്ഫർ ആയിരിക്കും വരുന്നത്. ഗുഡ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് അസറ്റ്സ്, ഒരു ബിസിനസ് അസറ്റ്സിന്റെ പാർട്ടായിട്ടുള്ള അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളതാണ്. അത് ട്രാൻസ്ഫർ ഓഫ് സർവീസ് ആണ്. ഇപ്പൊ ഒരു ബിസിനസ് അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, മെർജർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ എന്നുള്ളതാണ്. ആസറ്റ് ഗുഡ്സ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെർജറിന്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പ്രൊപ്പറേറ്റർ കൺസേൺ ആയിരുന്നു, ആ പ്രൊപ്പറേറ്റർ കൺസേൺസ് ആ പ്രൊപ്പറേറ്റർ മരിച്ചുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് അസറ്റ്സ് അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അതിൽ പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നു, അയാൾക്കാണ് ഇത് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത്. അപ്പൊ അതൊരു ആസറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണിത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ പോയിന്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് മനസ്സിൽ വെക്കുക എന്നതിൽ പാടാണ്. അതാത് സമയങ്ങൾ വരുന്ന സമയത്ത് റെഫർ ചെയ്യാനുള്ള ഒരു ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂൾ 2 വെച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും നമുക്ക് റെഫർ ചെയ്യേണ്ടത്. അതുപോലെ ഗുഡ്സ് ഹെൽഡ് ഫോർ ബിസിനസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസസ്, പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു കമ്പനിയിലെ വെഹിക്കിള് അവിടുത്തെ സിഇഒയ്ക്ക് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി കൊടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ആണ്. ആ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അതിന് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അതിനകത്ത് ടാക്സിബിലിറ്റിയെ പറ്റി ഡൗട്ട് ഇല്ല, ടാക്സിബിൾ ആണിത്. പക്ഷെ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു CFOക്ക് അയാളുടെ ഗുഡ്സ് ബിസിനസ് പർച്ചേസിന് വേണ്ടിയാണ് മോട്ടോർ വെഹിക്കിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അവിടെ സപ്ലൈ അല്ല. പക്ഷെ അത് പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് എടുത്തിട്ട് അത് ടാക്സ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഗുഡ്സ് ഫോമിംഗ്, നേരത്തെ പറഞ്ഞ ഫോമിംഗ് പാർട്ട് ഓഫ് ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്നത് ഈ മെർജർ ആൻഡ് അക്വിസിഷൻ ആണ്. താഴെയാണ് ഗുഡ്സ് ഫോമിംഗ് പാർട്ട് ഓഫ് ദ ബിസിനസ് കാരിഡ് ഓൺ ബൈ എ പേഴ്സൺ ഹു സീസസ് ടു ബി എ ടാക്സിബിൾ പേഴ്സൺ. അപ്പൊ ഇവിടെയും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് നിർത്തിപ്പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ മരിച്ചു പോകുന്നു, അങ്ങനെയാണെങ്കിൽ അവർ നിർത്തിപ്പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അവിടെ ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുള്ള ഗുഡ്സ് ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ വെച്ചിട്ട് അത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ടാക്സ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസാക്ഷൻ ടു ബി ട്രീറ്റഡ്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്തത് സപ്ലൈ ഓഫ് സർവീസ്. ഇവിടെ നമ്മൾ താഴെ പറയുന്ന ഈ ഇത്രയും ഐറ്റങ്ങൾ ട്രാൻസ്ഫർ ഓഫ് സർവീസ് ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അവിടെ അത് എക്സാമ്പിൾ ആണ്. ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ റെന്റിങ് ഓഫ് ഇമൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ്. കൺസ്ട്രക്ഷൻ എന്താണ്, സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ? ഒരു ഫ്ലാറ്റ് പണിതിട്ട് ഫ്ലാറ്റ് വിൽക്കുന്നു. ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞാൽ അത് ശരിക്കും സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ സപ്ലൈ ഓഫ് സർവീസ് ആണോ? ശരിക്കും അത് ഇത് പഴയ സിസ്റ്റത്തിൽ PGST സിസ്റ്റത്തിലേക്ക് നോക്കാം. അന്നത്തെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ആ ടോട്ടൽ കൺസിഡറേഷന്റെ 60% 60-40 എന്ന് പറഞ്ഞിട്ടാണ് സെൻട്രൽ എക്സൈസിന്റെ അല്ലെങ്കിൽ സർവീസ് ടാക്സിന്റെ ആംഗിൾ ഉണ്ടായിരുന്നത്. 40% അതിന്റെ സർവീസും 60% അതിന്റെ മെറ്റീരിയൽ ട്രാൻസ്ഫർ ആയിട്ടാണ് എടുത്തിരുന്നത്. ഫ്ലാറ്റിന്റെ കേസിലൊക്കെ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ
ഈ പറഞ്ഞ ഫ്ലാറ്റ് പണിയുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് നടത്തുക, ഒരു ബ്രിഡ്ജ് പണിയുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അവിടെ ഒരു സർവീസ് നടക്കുന്നുണ്ട്. രണ്ടും കൂടി കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പോർഷൻ, അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് അന്ന് പറഞ്ഞിരുന്ന ഒരു പോർഷൻ അത് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണ്, ഒരു പോർഷൻ ട്രാൻസ്ഫർ ഓഫ് സർവീസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ തന്നെ കാസ്കേഡിംഗ് എഫക്ട് നമ്മൾ രാവിലെ പറഞ്ഞു. കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ടാക്സ് ഓൺ ടാക്സ്, നേരത്തെ പറയുന്ന രണ്ടിനും കൂടി ഒരു ചില എലമെന്റ് രണ്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ചെയ്തിരുന്ന അവസ്ഥയാണ് പണ്ടുണ്ടായിരുന്നത്. അത് അഡ്രസ് ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഒരു ഫ്ലാറ്റ് വിറ്റ് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ എന്നുള്ള സർവീസ് നടത്തി കഴിഞ്ഞാൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇല്ല അവിടെ. അത് സപ്ലൈ ഓഫ് സർവീസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അത് ഈ ഷെഡ്യൂൾ അനുസരിച്ച് അവിടെ അൺഡിസ്പ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ അടുത്തൊരു ലീഗൽ കോംപ്ലിക്കേഷനിലേക്ക് വരുന്നില്ല. അതാണ് GST-യിലൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ. അടുത്തത് ടെമ്പററി ട്രാൻസ്ഫർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. IPR-ന്റെ ടെമ്പററി ട്രാൻസ്ഫർ എന്താണെന്ന് പറഞ്ഞാൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. പെർമനന്റ് ആണ് ട്രാൻസ്ഫർ എങ്കിൽ അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ടെമ്പററി ട്രാൻസ്ഫർ ആണ്. പഴയ പോലെ റൈറ്റ് ടു യൂസ്, അതൊരു കോൺസെപ്റ്റ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ IPR-ന്റെ ടെമ്പററി യൂസ് ആണ് എന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഇൻഫോർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ, അവിടെയും പണ്ടത്തെ ഒരു ഓർമ്മയാണ് വരുന്നത്. പണ്ട് സോഫ്റ്റ്വെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ ബില്ലിനകത്ത് വാറ്റും ഉണ്ടായിരുന്നു, സർവീസ് ടാക്സും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? സോഫ്റ്റ്വെയർ സെയിൽ എന്ന് പറഞ്ഞത് സർവീസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ടാക്സിൽ പറഞ്ഞിരുന്നത്. പക്ഷെ വാറ്റ് വരിയെന്ന് പറയുന്നത് അതൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നത്, അതുകൊണ്ട് അത് വാറ്റ് വേണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഈ പറയുന്ന വിൻമാന്, അതുപോലെ ടാലി, അതുപോലെ പല പല സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന സമയത്ത് പണ്ടത്തെ 2 ടാക്സ് കൊടുത്തോണ്ടിരുന്നു. അവർ 2 ടാക്സും കളക്ട് ചെയ്തിരുന്നു. പറഞ്ഞാൽ അവര് ഫ്യൂച്ചറായിട്ട് ഏതെങ്കിലും ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത്ര താങ്ങാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടാക്സസ് ആയിരുന്നു വന്നിരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ ടെക്നോളജി സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് IT സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എനി ഗുഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ടു യൂസ് ആണ്. ഇപ്പൊ മെട്രോയുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. മെട്രോ കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ ഹൈ മെഷീനറി ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെ, ഹെവി വെയിറ്റ് മെഷീനറി. അപ്പൊ ആ മെഷീനറി യൂസ് ചെയ്തിട്ട് ഇപ്പൊ കോൺട്രാക്ടർക്ക് ഈ മെഷീനറി പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അവരെന്താ ചെയ്യുന്നത്? ഈ മെഷീനറി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓണേഴ്സ്. ആ ഓണേഴ്സിൽ നിന്നും 1 ഇയറിലേക്ക് അവർ ആ മെഷീനറി കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ അത് യൂസ് ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ 1 ഇയറിൽ വേണ്ടിയുള്ള അവരുടെ റെന്റൽ ആണ് ഈ പറയുന്ന റൈറ്റ് ടു യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൈറ്റ് ടു യൂസ്, ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടു യൂസ് എന്ന് പറഞ്ഞിട്ട്, ട്രാൻസ്ഫർ റൈറ്റ് ടു യൂസ് എന്നുള്ള രീതിയിലാണ് സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളതിനായിട്ട് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ വീണ്ടും അടുത്തത് കോമ്പോസിറ്റ് സപ്ലൈ. വർക്സ് കോൺട്രാക്ട് അത് സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ എന്നുള്ളതാണ്. അത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞ രീതിയിൽ വർക്സ് കോൺട്രാക്ട്, നേരത്തെ കൺസ്ട്രക്ഷൻ പറഞ്ഞു, ഇവിടെ വർക്സ് കോൺട്രാക്ട് അതുപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ അടുത്ത ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഫുഡ് ഓർ എനി അതർ ആർട്ടിക്കിൾസ് ഓഫ് ഹ്യൂമൻ കൺസംഷൻ. റെസ്റ്റോറന്റിൽ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോട്ടലിൽ സെർവ് ചെയ്യുന്ന ഫുഡ്, അത് സപ്ലൈ ഓഫ് സർവീസ് ആണോ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. അവിടെ ഇനി ഒരു ഡിസ്പ്യൂട്ടിലേക്ക് പോകണ്ട, അത് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ഷെഡ്യൂൾ 2 പ്രകാരം പറയുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പല പല കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാനായിട്ടാണ് GST-യിൽ ഇങ്ങനെയുള്ള ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3. ഇനി ഷെഡ്യൂൾ 3യിലേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 3 എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു സപ്ലൈ ആകണമെന്നുണ്ടെങ്കിൽ
കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞു. എന്താണ് ഇപ്പൊ കൺസിഡറേഷൻ വേണം, ബിസിനസ് പർപ്പസിനായിരിക്കണം, അതുപോലെ തന്നെ ഓരോരോ ആക്ടിവിറ്റി, പല പല ഫോംസ്, സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഡെഫിനേഷൻസ് വരുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഷെഡ്യൂൾ 3 പറയുന്ന ആക്ടിവിറ്റി, ഈ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഈ സപ്ലൈയിൽ വരുന്നില്ല എന്ന് പറയുന്നത്. അവിടെയും എക്സെപ്ഷൻസ് ആണ്. ഈ പറയുന്ന എല്ലാ ക്ലോസസും അവിടെ ആപ്ലിക്കബിലിറ്റി ഉണ്ടെങ്കിലും ഈ ഷെഡ്യൂൾ 3 പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ അല്ല, അത് ടാക്സ് ഇല്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 3, neither supply of goods nor services. സർവീസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ. അതായത് ഒരു എംപ്ലോയി എംപ്ലോയർക്ക് കൊടുക്കുന്ന സർവീസിന് GST ഉണ്ടോ? ശരിക്കും നമുക്കൊരു സർവീസ് അല്ലേ, GST കൊടുക്കണ്ടേ? കൺസിഡറേഷൻ ഉണ്ട്, ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണ്. പക്ഷെ ഷെഡ്യൂൾ 3 അനുസരിച്ച് എംപ്ലോയി എംപ്ലോയർക്ക് കൊടുക്കുന്ന സർവീസ് എക്സെപ്റ്റഡ് ആണ്, സപ്ലൈ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കും. ഇത് സ്ട്രെസ് ചെയ്തിരിക്കുകയാണ്. ഷെഡ്യൂൾ 3 പറയുന്നവര് സർവീസസ് ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഈസ് നോട്ട് എ സപ്ലൈ. നെക്സ്റ്റ്, സർവീസ് ബൈ എനി കോർട്ട് ഓർ ട്രിബ്യൂണൽ. ഒരു കോടതിയോ ട്രിബ്യൂണലോ നടത്തുന്ന സർവീസ് എന്ന് പറയുന്നത് അത് സപ്ലൈ അല്ല, അത് ഹെൽപ്പിംഗ് ദ സൊസൈറ്റിയാണ്. ഇത് തന്നെ നമുക്ക് അടുത്ത് കുറച്ച് എക്സംപ്റ്റഡ് സപ്ലൈ അഡ്വക്കേറ്റ്സിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതുകൂടി ഇതൊന്നുകൂടി റെഫർ ചെയ്യും. ഈ പറയുന്ന കോർട്ടും ട്രിബ്യൂണലും ശരിക്കും അവർ തരുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സപ്ലൈ അറ്റ് ഓൾ, അവിടെ ടാക്സ് ഇല്ല. അടുത്തത്, ഇത് പിന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫങ്ഷൻസ് പെർഫോംഡ് ബൈ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓർ ഗവൺമെന്റ് ഒഫീഷ്യൽസ്. അങ്ങനെയുള്ള സപ്ലൈ, അങ്ങനെയുള്ള സർവീസുകൾ ഗവൺമെന്റ് ഓഫീഷ്യൽസ് നടത്തുന്നതോ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പെർഫോം ചെയ്തിരുന്ന ഫങ്ഷൻസുകളും സപ്ലൈ അല്ല. അവർ ബിസിനസ് അല്ല ചെയ്യുന്നത്, ദേ ആർ എന്താണ്, സേഫ് ഗാർഡിങ് ദ സൊസൈറ്റിയാണ്. അടുത്തത്, സർവീസ് ഓഫ് ഫ്യൂനറൽ, ബറിയൽ, ക്രീമേഷൻ ഓർ മോർച്ചറി. ഇത് മാത്രമേ ഒരു ഇത്രയും നമ്മുടെ പബ്ലിക്കിന് ബാധകമായിട്ടുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ അത് സപ്ലൈ അല്ല, അതിനു വേണ്ടി ഉള്ള ഒരു ആക്ടിവിറ്റിയും സപ്ലൈ അല്ല എന്ന് പറയുന്നത്. അടുത്തത്, സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് സെയിൽ ഓഫ് ബിൽഡിംഗ്. അപ്പോ സെയിൽ ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത് സപ്ലൈ ഇല്ല എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ഷെഡ്യൂൾ 2 പറഞ്ഞ കൺസ്ട്രക്ഷൻ സർവീസ് ആയിട്ട് ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇവിടെ ഈ ബിൽഡിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ട്രക്ചർ, അത് കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് സപ്ലൈ ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതാണ് സബ്ജക്ട് ടു 5B ഓഫ് ഷെഡ്യൂൾ 2. ഒരു കംപ്ലീറ്റഡ് അല്ലാത്ത ഒരു ബിൽഡിംഗ് ആണ്, ഒരു അപ്പാർട്ട്മെന്റ് ആണ്, ഒരു ഫ്ലാറ്റ് ആണ് വിൽക്കുന്നതെങ്കിൽ മാത്രമേ ഷെഡ്യൂൾ 2 വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് വരുന്നുള്ളൂ. ഒരു ലാൻഡോ കംപ്ലീറ്റഡ് ബിൽഡിങ്ങോ ആണ് നമ്മൾ സെയിൽ നടത്തുന്നതെങ്കിൽ അത് സപ്ലൈ അല്ല, അത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബിൽഡേഴ്സ് നോർമലി കംപ്ലീറ്റഡ് ബിൽഡിംഗ് ഫ്ലാറ്റ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാത്തത്. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലിരിക്കണം. നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ അത് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിൽഡർ പറയുന്നു ഇതിന് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി തറവ്, ഇത് ടാക്സ് ഉണ്ടേ ഉള്ളതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള ആ സമയത്ത് കഴിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആക്ഷനബിൾ ക്ലെയിം അതർ ദാൻ ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നു, ആ ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിനെയാണ് നമുക്ക് ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഈ GST ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. പിന്നെ സപ്ലൈ ഫ്രോം എ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു ഫ്രം എ നോൺ ടാക്സബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സബിൾ ടെറിട്ടറി. അതായത്
ഈ സപ്ലൈ ആകണമെന്നുണ്ടെങ്കിൽ വിത്തിൻ ഇന്ത്യൻ ലാൻഡിലായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലായിരിക്കണം എന്നുള്ളതാണ്. ഒരു ഒരു ബിസിനസ്മാൻ, അത് ഇന്ത്യയിലുള്ള ഒരു ബിസിനസ്സുകാരൻ ചൈനയിൽ നിന്നും US ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന, എക്സ്പോർട്ട് നടത്തുന്നു. ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രൊഡക്റ്റ് ഉള്ളത്, ഗുഡ്സ് ഉള്ളത് ചൈനയിലാണ്. ചൈനയിൽ നിന്നും US എക്സ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് സപ്ലൈ ആയിട്ട് വരുമോ? ഇന്ത്യയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് റിഫ്ലക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ബിസിനസ് ഹെഡ് ഓഫീസ് ഓഫ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലാണ്. അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈ വരുന്നു? അവിടെ ഇല്ല. അതാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. സപ്ലൈ ഫ്രം എ നോൺ ടാക്സിബിൾ ടെറിട്ടറി ടു അനദർ നോൺ ടാക്സിബിൾ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ആയിട്ട് വരുന്നില്ല. ഈ ഷെഡ്യൂൾ 3 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിയറിംഗ്സിന് മുമ്പ് വെയർഹൗസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഒരു വെയർഹൗസിൽ നിന്നും സ്റ്റോർ ചെയ്ത സാധനം ഒരു എഗ്രിമെന്റിലൂടെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിയിലാണ്, പക്ഷെ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഇത് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നില്ല, ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ സീ സെയിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈ സീ സെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ ടെറിട്ടറിയൽ വാട്ടേഴ്സ് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെയും ഈ പറയുന്ന ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും സപ്ലൈ അല്ല, അതിന് GST ബാധകമല്ല, അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ 1, 2, 3 ആയിട്ട് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സബ്സിക്വന്റ് ആയിട്ടുള്ള ഓരോ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വരുന്ന ഓരോ റെഫറൻസ് വരുമ്പോഴും നമുക്ക് ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാം. ഇന്ന് നമുക്ക് ഈ പോയിന്റിലൂടെ നമുക്കിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആ ഒരു ടൈം കൺസ്ട്രെയിൻ